ഹലോ നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊപ്പം എന്തോ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ തോന്നിയിട്ടുണ്ടോ? അത് ഒരുപക്ഷേ ഇഷ്ടപ്പെട്ട ദേവനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപാസനാമൂർത്തിയായിരിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് നിങ്ങളെ വിട്ടുപോയ ആത്മാവായിരിക്കാം. ഇങ്ങനെ ഒരു അദൃശ്യ ശക്തി നമുക്ക് കാവലായി ഉള്ളപ്പോൾ നമുക്ക് ചില ലക്ഷണങ്ങൾ കാണാനായി കഴിയും. അത് എന്താണ് എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ടല്ലോ. ഒരു അപകടത്തിൽ നിന്ന് മുടി നാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം അവസാന നിമിഷം നടന്നു കിട്ടുക. അതുപോലെ എന്തെങ്കിലും ഒരു ആപത്ത് നടക്കാൻ പോകുമ്പോൾ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു തരുന്നു പോലെ തോന്നുക, ഉൾവിളി ഉണ്ടാകുക. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ആ ഭാഗ്യം നിങ്ങൾക്ക് തന്നത് അത് ആരാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാൻ കൃഷ്ണനോ, ശിവനോ, ദേവിയോ, അതോ നിങ്ങളെ പ്രാണനെ പോലെ സ്നേഹിച്ച് ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞു പോയ വേണ്ടപ്പെട്ടവരാ എന്നാണ് നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നത് എന്ന് പറയണം. നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇങ്ങനെ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലുള്ളപ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന പ്രധാന ചില ലക്ഷണങ്ങൾ. ഇത് നമുക്ക് രക്ഷയ്ക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ലക്ഷണം എന്താണെന്ന് പറയാം. എന്തെങ്കിലും ഒരു അനിഷ്ടം സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു, ഇത് സംഭവിക്കും, അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് മനസ്സിലിരുന്ന് തോന്നുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടെ പോകരുത്, അല്പം കഴിഞ്ഞ് പറഞ്ഞതുപോലെ സംഭവിച്ചാൽ ആ പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് ദൃഷ്ടിദോഷമോ നാവുദോഷമോ ആയിട്ട് നിങ്ങൾ വിചാരിക്കും. നിങ്ങൾക്കൊപ്പമുള്ള ഒരു അദൃശ്യ ശക്തി എന്നെക്കൊണ്ട് പറയിച്ചതാണെന്ന് നമ്മൾ കരുതുക. അതുപോലെ ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ ആ വ്യക്തി നല്ലതാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു പോസിറ്റിവിറ്റി തോന്നും. ഇല്ല എങ്കിൽ ഭയങ്കര നെഗറ്റിവിറ്റി. ഈ വ്യക്തി അത്ര നല്ലതല്ല എന്ന്, ഈ ബന്ധം മുന്നോട്ടു പോകുന്നത് ആപത്താണ് എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പലവട്ടം പറയും. രണ്ടാമത്തെ കാര്യം, അപ്രതീക്ഷിതമായ ഒരു സഹായമാണ് നിങ്ങൾക്കാവശ്യം. വളരെ വിഷമിച്ചു നിൽക്കുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവത്തെ പോലെ വന്ന് ഒരാൾ നമ്മളെ സഹായിക്കുകയാണ്. അല്ലെങ്കിൽ ആ വിഷമം പരിഹരിക്കാൻ പറ്റുന്ന മറ്റൊരു എന്തെങ്കിലും കാര്യം, അതും അല്ലെങ്കിൽ ഇതുവരെയും കാണാൻ ഒരാൾ സഹായിക്കാനായി എത്തുന്ന, പിന്നീട് ഒരു പക്ഷേ ആ വ്യക്തിയെ കണ്ടെന്ന് തന്നെ വരില്ല. മൂന്നാമത്തെ ലക്ഷണം, നിരന്തരം കാണുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ 11 എന്ന ഒരു സംഖ്യ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും കാണുക. 12 അങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ വരിക. പുതിയ പ്രത്യേകതരം ഏഞ്ചൽ നമ്പറുകൾ, ഇതെല്ലാം നമ്മളുടെ മുന്നിൽ വന്ന് പെട്ടാൽ എന്തെങ്കിലും ഒരു ശുഭം നിങ്ങൾക്ക് സംഭവിച്ചു പോകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത ലക്ഷണം, ചില പക്ഷികൾ, മൃഗങ്ങൾ നിങ്ങളോട് വളരെ പെട്ടെന്ന് ഇണങ്ങുകയും തുമ്പിയെല്ലാം വന്ന് നിങ്ങളുടെ ശരീരത്തിൽ വന്ന് കുറേ നേരം ഇരിക്കുക. ഇതൊക്കെ നിങ്ങളിൽ ഒരു പോസിറ്റീവ് ദൈവിക ചൈതന്യം ഉള്ളതുകൊണ്ടാണ്. ഇനി അടുത്ത്, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക സുഗന്ധം വരിക. ചന്ദനത്തിരിയുടെയോ അമ്പലത്തിലെയോ സുഗന്ധം, പ്രത്യേക പുഷ്പങ്ങളുടെ ഗന്ധം, ഇതൊക്കെ നിങ്ങളുടെ ആ ശക്തിയുടെ അനുഗ്രഹമാണ്. നിങ്ങൾക്കൊരു വിഷമഘട്ടം വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള ശക്തി കിട്ടുക. എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിക്കാതെ പോസിറ്റീവ് മാത്രം ചിന്തിക്കുക. ഇതൊക്കെ സംഭവിക്കുന്നതിന് ആ അദൃശ്യ ശക്തിയുടെ അനുഗ്രഹം തന്നെയാണ്. ഇനി മറ്റൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, മറ്റു ചില വ്യക്തികളോട്
നമ്മൾ അടുക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ചില സസ്യങ്ങളിൽ ദോഷമായി വരുമ്പോൾ ഈ ശക്തി നമ്മളിൽ നിന്നും അകറ്റി മാറുന്നു. സത്യസന്ധതയുടെ പാതയിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ചില സമയത്ത് സഹായിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വന്ന് സംഭവിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മൾ നോർമലാകും. നമുക്ക് ഒന്നും വരില്ല, എല്ലാം ശരിയാകും എന്ന മനസ്സിൽ എത്തിച്ചേരുന്ന ഒരു ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്ന ആ അദൃശ്യ ശക്തി നിങ്ങൾക്ക് തുണയായി കൂടെ വന്നിട്ടുണ്ടോ? എങ്കിൽ അത് ആരെന്നാണ് നിങ്ങൾ വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്? നിങ്ങളുടെ അനുഭവം കമൻ്റായി ഇടുക. എല്ലാവർക്കും ഈശ്വരൻ്റെയും നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹം കൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്